പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ച വിനയുടെ വിധവ ഹിമാൻഷിയെ ട്രോളി തീവ്ര ഹിന്ദുത്വവാദികൾ. മനുഷ്യർക്ക് എത്ര മോശമാകാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ പോലും ഇത് കാര്യമായിട്ടെടുത്ത് അതിനെതിരെ അതിശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ഗോഡ്സേവാദം എത്രമാത്രം ഹിന്ദുക്കൾക്ക് അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരവസ്ഥയാണ്. ഓർക്കുക, ഒരു വിധവയാണ് ട്രോൾ ചെയ്യുന്നത്. ഒരു പാവം ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ, ആ പാവ സ്ത്രീയെയാണ്, അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ, ആ സ്ത്രീയെയാണ് ഇങ്ങനെ മൃഗീയമായി ട്രോൾ ചെയ്യുന്നത്, സൈബർ ആക്രമണത്തിനും സൈബർ ബുള്ളിങ്ങിനും വിധേയമാക്കുന്നത്. എത്രമാത്രം വൃത്തികെട്ട മനസ്സാണ് ഈ ഗോഡ്സേവാദികൾക്ക് എന്ന് അറിയണം. അതിൽ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ ചെയ്യേണ്ട, ഈ വൃത്തികെട്ടവന്മാരുടെ വോയിസും മറ്റും കേൾപ്പിക്കണ്ട എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ സത്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. ആ മെസ്സേജ് ഞാനൊന്ന് വായിക്കാം. ഹിമാൻഷി JNUവിൽ പഠിച്ചപ്പോൾ രാത്രി കാശ്മീരി ബോയ്സിന്റെ ഹോസ്റ്റലിൽ സ്ഥിരം പോകാറുണ്ടായിരുന്നു. മിക്കവാറും അത് ലേറ്റ് നൈറ്റ് ഫോർ സ്റ്റഡി പർപ്പസസ്. നോക്കുക, കോട്സിൽ, അതായത് ലൈംഗികപരമായി ദ്വയാർത്ഥം വെച്ച് സ്റ്റഡി പർപ്പസിന് വേണ്ടി കോട്ട് ചെയ്ത് മോസ്റ്റ്ലി ലേറ്റ് നൈറ്റ്സ്, വളരെ ലേറ്റ് നൈറ്റ്, വളരെ താമസിച്ച് രാത്രിയിൽ ഈ സ്റ്റഡി പർപ്പസിന് പോകുമായിരുന്നു. ഷീ ഹാഡ് വൺ ഗുഡ് കാശ്മീരി മെയിൽ ഫ്രണ്ട്. അവക്ക് ഒരു കാശ്മീരി പുരുഷനായൊരു സുഹൃത്തുണ്ടായിരുന്നു. അയാള് കുളിക്കാറില്ലായിരുന്നു. ഇവർ രണ്ടുപേരും ബോത്ത് യൂസ് ടു ലിവ് ടുഗദർ ഓൾവേസ്. അവർ ഒരുമിച്ചാണ് അത് താമസിച്ചിരുന്നതെന്ന് എത്ര വൃത്തികെട്ട മ്ലേച്ഛകരമായ രീതിയിലാണ് എഴുതുന്നതെന്ന് നമ്മൾ നോക്കണം. ഇതേപോലെ എന്താ പറയുന്നത്, വേറെ കുറെ കൂടെ വൃത്തികെട്ട കുറെ മെസ്സേജസ് ഉണ്ട്. അത്യാവശ്യം വായിക്കാൻ കഴിയുന്ന ഒരു മെസ്സേജ് മാത്രമാണ് ഇതിലുള്ളത്. ആലോചിച്ച് നോക്കുക, ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്, ഒരു പട്ടാളക്കാരന്റെ, ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന നേവിയിലെ വിനയ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഭാര്യയെ, വിധവയാണ് ട്രോൾ ചെയ്യുന്നത്. ഈ തീവ്ര ഹിന്ദുത്വവാദം എത്രമാത്രം അപകടകരമാണ് നിങ്ങൾ ആലോചിച്ചു. തീവ്ര ഇസ്ലാമിസവും അപകടകരമാണ്, തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദവും അപകടകരമാണ്, തീവ്ര ഹിന്ദുത്വവും അപകടകരമാണ്, തീവ്ര കമ്മ്യൂണിസം നക്സലിസവും അപകടകരമാണ്. പക്ഷെ ഈ തീവ്രത നമ്മുടെ നാടിനെ ബാധിച്ച ക്യാൻസർ അല്ലേ? ആ പാവം സ്ത്രീ അവരെന്താ ചെയ്തത്? എന്താ ഹിമാൻഷി ചെയ്ത കുറ്റം? മുസ്ലിങ്ങൾക്കും കാശ്മീരികൾക്കും എതിരെ തിരിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ പോലും ട്രോളുന്ന ഈ മനസ്സുള്ളവരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ നമുക്ക് വേണോ? നമുക്ക് എന്തെങ്കിലും നാളെ പറ്റിയാൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെ പോലും അങ്ങനെ ട്രോൾ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കില്ല. ഈ തീവ്ര ഹിന്ദുത്വവാദം മുസ്ലിങ്ങൾക്കല്ല, ഹിന്ദുക്കൾക്കാണ് ഏറ്റവും വലിയ അപകടം ചെയ്യുക. ഏത് മതത്തിലെയും തീവ്രതയും ആ സമുദായത്തിനും ആ മതത്തിനും ആ വിശ്വാസത്തിനുമാണ് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുക. ആ ഹിമാൻഷിയെ പോലും, അതായത് ഭർത്താവ് മരിച്ച് 10 ദിവസം പോലും കഴിയാത്ത ആ സ്ത്രീയെ പോലും ട്രോൾ ചെയ്യാൻ ഈ നരാധമന്മാർക്ക് ഒരു മടിയുമില്ലെങ്കിൽ, ഈ മനസ്സുള്ളവർ അവർ കൂടുതൽ ശക്തരായാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ലൈംഗികോദ്ദീപകരമായി അല്ലെങ്കിൽ ലൈംഗികമായി ഇനുവെന്റോസ് അല്ലെങ്കിൽ ഇൻസിനുവേഷൻ വെച്ച് വളഞ്ഞ വഴിയിൽ അർദ്ധരാത്രിയിൽ അവൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി പോയിരുന്നു എന്നും രണ്ടുപേരും കാശ്മീരി മെയിലിനോട് ഒരുമിച്ചാണെന്ന് ആവശ്യം പറഞ്ഞ് ഇതുപോലത്തുള്ള വൃത്തികെട്ടവന്മാർക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ അവന്മാർ ഇത് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ആഭാസന്മാരാണ് ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെയും എല്ലാ മതങ്ങളിലെയും തീവ്രതയുടെ ആൾക്കാർ. ഈ സത്യം നമുക്ക് തിരിച്ചറിയാനാകട്ടെ. തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദവും തീവ്ര നക്സലിസവും ഇതൊന്നും വേണ്ട. നന്മയിലേക്ക്, മധ്യപാതയിലേക്ക്, മധ്യവർത്തിയിലേക്ക് നമുക്ക് പോകാൻ കഴിയട്ടെ. ആ സ്ത്രീയുടെ പ്രണാമത്തിന് ഇവരോട് എന്താ ദേഷ്യമെന്ന് ഇപ്പൊ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ തീവ്ര ഹിന്ദുത്വവാദികളും അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ആരതിയെ കുറിച്ച് നല്ലതെന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് രാമേന്ദ്രൻ സാറിന് മരിച്ചപ്പോ സ്വന്തം അച്ഛൻ മരിച്ചു കിടന്ന വേദനയിൽ പോലും ഈ നാട് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ, ഹിന്ദു മുസ്ലിം ഐക്യം വേണമെന്ന് പറഞ്ഞ ആരതിയെയോ, ഭർത്താവ് മരിച്ച് കല്യാണം കഴിച്ച് 6-ാം ദിവസം ഭർത്താവ് മരിച്ച വേദന ഉള്ള ആരതി പോലും ആ നാടിന് വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വെറുപ്പിന്റെയും കെണിയിൽ വീണുപോയില്ല എന്നുള്ളതാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളെ പ്രകോപനം കൊള്ളിക്കുന്നത്. എന്തായാലും ആരതിക്ക്, നമ്മുടെ ഹിമാൻഷിക്ക് എല്ലാം പ്രണാമം. എത്രമാത്രം അധമന്മാരാണിവർ എന്ന് തിരിച്ചറിയാൻ നമുക്കിതൊരു അവസരമാകട്ടെ. ജയ് ഹിന്ദ്.